ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പന്തളം കൊട്ടാരത്തിലാട്ടോ. AD 903 ഇവിടെ എത്തിയ പാണ്ഡ്യ രാജവംശത്തിന് പിൻതലമുറക്കാരായിട്ടുള്ള പന്തളം രാജാക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണിത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ശ്രീ അയ്യപ്പൻ വളർന്നു എന്ന് പറയുന്ന സ്ഥലമാണ്. നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ പരിസരങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം. അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു കൊട്ടാരമാണ് കേട്ടോ പന്തളം രാജകൊട്ടാരം. മധുരയിലെ നായക്കർ രാജവംശത്തിന്റെ ആക്രമണത്തെ ഭയന്ന് കേരളത്തിലേക്ക് എത്തിയ പാണ്ഡ്യ രാജാക്കന്മാരുടെ പിൻഗാമികളായിരുന്നു പന്തളം രാജകുടുംബാംഗങ്ങൾ. AD 903 ഇവിടെ എത്തിയ രാജവംശം അന്നത്തെ പ്രാദേശിക ഭരണാധികാരിയും ഭൂവുടമയുമായ കൈപ്പുഴയിലുള്ള അമന്തൂർ കോവിലത്തെ കുഞ്ഞുണ്ണിവർമ്മ തമ്പാനിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങിയാണ് ഇവിടെ താമസം ആരംഭിക്കുന്നത്. അന്ന് ഐരൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന ഈ കൊച്ചു രാജ്യം 1000 ചതുരശ്ര മൈലിലധികം വിസ്തൃതിയുള്ളതും അതുപോലെ ശബരിമലയും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള 18 പുണ്യപർവ്വതങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. 1194 കൂടി ഇവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഇതിനോടൊപ്പം തന്നെ വലിയ കോയിക്കൽ ക്ഷേത്രം, കൈപ്പുഴ കൊട്ടാരം, കൈപ്പുഴ ക്ഷേത്രം, തേവാരപ്പുര, സ്രാമ്പിക്കൽ കൊട്ടാരം, പുത്തൻ കോയിക്കൽ കൊട്ടാരം എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. ആർച്ച് കടന്ന് നമ്മൾ വരുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് കൊച്ചുകോയിക്കൽ തേവാരപ്പുരയാണ് കേട്ടോ. ഇതാണത്. തേവാരപ്പുര എന്നാൽ പ്രാർത്ഥനാ മുറി എന്നാണ്. ഇവിടെ 28 ദേവന്മാരുടെയും ദേവതകളുടെയും വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. പന്തളത്തെ ഒരു രാജകൊട്ടാരം ആദ്യമായി പണി കഴിപ്പിച്ചത് പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു. അവരുടെ പിന്മാറ്റത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന വിപുലമായ രീതിയിലുള്ള രാജകൊട്ടാരം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ശബരിമല ശ്രീ അയ്യപ്പൻ അഥവാ മണികണ്ഠൻ വളർന്ന സ്ഥലമാണ് കേട്ടോ ഇത്. കുട്ടികളില്ലാതിരുന്ന പന്തളം രാജവംശത്തിലെ രാജാവായ രാജശേഖരൻ ഒരിക്കൽ വേട്ടയാടുന്നതിനു വേണ്ടി പമ്പാ നദീതീരത്തൂടെ പോകുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയും നല്ല തേജസ്സുള്ള ഒരു കുട്ടിയെ കാണുകയും അതുപോലെ അഗസ്ത്യമുനിയുടെ അനുഗ്രഹത്തോടെ ആ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. തുടർന്ന് തന്റെ ബാല്യകാലത്ത് കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന പ്രദേശങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നതെല്ലാം. ഞാനിവിടെ വന്ന ദിവസം ഈ കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ 12 ദിവസത്തേന് ക്ഷേത്രങ്ങൾ തുറക്കുകയില്ല എന്നുള്ളൊരു ആചാരം കൂടി ഇവിടെയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിനോടും അതുപോലെ സ്രാമ്പിക്കൽ കൊട്ടാരത്തിന്റെയും അടുത്തേക്കാണ് കേട്ടോ. വലിയ കോയിക്കൽ കൊട്ടാരം അഥവാ സ്രാമ്പിക്കൽ കൊട്ടാരം എന്ന് പറയുന്നത് അയ്യപ്പന്റെ തിരുവാഭരണങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ വലതുവശത്തായിട്ടാണ് വലിയ കോയിക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കേട്ടോ വലിയ കോയിക്കൽ ക്ഷേത്രം. ഇനി നമുക്ക് അച്ചൻകോവിൽ നദിയുടെ തീരത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ അച്ചൻകോവിൽ നദി. ഇതിന്റെ എതിർവശത്തായിട്ടാണ് കൈപ്പുഴ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അച്ചൻകോവിൽ നദിയിൽ നിന്ന് വലിയ കൊട്ടാരത്തിലേക്കുള്ള, അതായത് വലിയ കോയിക്കൽ കൊട്ടാരത്തിലേക്കുള്ള കൽപ്പടവുകളാണ് കേട്ടോ ഇത്. ഇതിനോട് ചേർന്ന് തന്നെ ക്ഷേത്രത്തിലേക്കുള്ള കൽപ്പടവുകളുമുണ്ട്. ഇവിടെയാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലം. ഇത് വർഷത്തിലൊരിക്കൽ, അതായത് മകരവിളക്കിന്റെ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാനുള്ള പെർമിഷൻ ഉണ്ട്. തിരുവാഭരണങ്ങളുമായി എല്ലാ വർഷവും വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം രാജകുടുംബാംഗങ്ങളുടെയും പൂജാരികളുടെയും അകമ്പടിയോടെ കൈപ്പുഴ ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്ന് ശബരിമലയിലേക്ക് യാത്ര തിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.